കാസർഗോഡ് പൈവളികയിൽ മരിച്ച വിദ്യാർത്ഥിയും അയൽവാസിയും ആത്മഹത്യ ചെയ്തതാണെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന റിപ്പോർട്ടിലുണ്ട്. മൃതാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി. അർച്ചന, ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം കണ്ടു. പോലീസ് ഇത്ര ദിവസമായിട്ടും അന്വേഷണം വൈകി എന്നുള്ളതാണ്. ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് 20 ദിവസങ്ങൾക്ക് ശേഷമാണ്. 26 ദിവസമായി മൃതദേഹം 26 ദിവസമായി ഇവർ കാണാതായിട്ട് ഉണ്ടായിരുന്നു. എന്താണിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന അർച്ചന? മൃതദേഹത്തിന് എത്ര ദിവസത്തെ പഴക്കമാണ്? സ്മൃതി, കാര്യമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏകദേശം 20 ദിവസത്തിലധികം മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. ഇന്ന് രാവിലെയോടെയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇന്നലെ ഈ ഒരു സമയം ഏകദേശം 12 മണി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെയാണ് മൃതദേഹങ്ങൾ ഒരു കുന്നിന് മുകളിലായിട്ട് കണ്ടെത്തിയതും തുടർന്ന് നാട്ടുകാരുടെയും അതുപോലെ ഫോറൻസിക് വിദഗ്ധരുടെയും സഹായത്തോടെ അത് അഴിക്കുകയും തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവുമായിരുന്നു. പിന്നീട് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മൃതദേഹങ്ങൾക്ക് ഏകദേശം 20 ദിവസത്തിലധികം പഴക്കമുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതും. കാരണം ആ ഭാഗത്ത് വെച്ച് യാതൊരു അല്ലെങ്കിൽ ഒരു കത്തിയല്ലാതെ വേറൊരു സാമഗ്രികളും മറ്റും ആ ഒരു ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല. അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്നും അത്തരത്തിൽ യാതൊരു പരിശോധനയിലും അങ്ങനെയുള്ള യാതൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രാഥമികമായ റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്നുള്ളത് ഇപ്പോൾ വെളിവാക്കുന്നതും. എന്തായാലും ഇപ്പോൾ ആത്മഹത്യ എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെയോടെ ഈ ഒരു പെൺകുട്ടിയുടെ അമ്മയും സഹോദരനും നമുക്ക് പ്രതികരണം തന്നിട്ടുണ്ട്. ഈ പ്രതികരണത്തിൽ സഹോദരൻ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏകദേശം 200 മീറ്റർ മാത്രമേ ഈ ഒരു വീട്ടിൽ നിന്നും ആ ഒരു സംഭവ സ്ഥലത്തേക്കുള്ളൂ. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വ്യാപക തെരച്ചിൽ തന്നെ ഈ ഒരു കുമ്പള പോലീസിന്റെയും അതുപോലെ തന്നെ കാസർഗോഡ് വിവിധ സ്റ്റേഷനുകളിലെ പോലീസിന്റെയും സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഈ ഒരു സ്ഥലത്ത് നിന്നും ഇത്തരത്തിലൊരു ബോഡി കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മൾ പോലീസിനോട് ചോദിക്കുമ്പോൾ ആ ഭാഗത്ത് നിന്ന് പരിശോധന നടത്തിയിട്ടില്ല, പകരം അതിന് കുറച്ച് അപ്പുറങ്ങളിൽ മാത്രമേ പരിശോധന നടത്തിയിട്ടുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഭാഗത്ത് എന്തുകൊണ്ട് പരിശോധന നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും ടെക്നോളജി വളർന്നിട്ട് കൂടി എന്തുകൊണ്ട് അത്തരത്തിൽ ബോഡി പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല ഉൾപ്പെടെ ഈ ഒരു സഹോദരൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഏകദേശം 200 മീറ്റർ മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് ദൂരമുള്ളൂ. വീടിന് തൊട്ടടുത്താണ് ആ സ്ഥലം എന്ന് പറയുന്നത്. എന്നിട്ട് കൂടി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടതാണ്. എന്തായാലും സഹോദരന്റെ പ്രതികരണമാണ് ഇപ്പോൾ ലഭ്യമാക്കുന്നതും. കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.